തിരികെ സ്വാഗതം ബ്രിട്ടീഷ് അവറിലേക്ക്. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷമായി പശ്ചിമേഷ്യ യുദ്ധഭീതിയിലായിരുന്നു. ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങളെ തുടർന്ന് വലിയ രീതിയിൽ അത് വിപണിയിലും പ്രതിഫലിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രതിസന്ധിയിലും ഖത്തറിന്റെ GDP കരുത്ത് കാട്ടുകയാണ് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. 2024-ൽ 2.4% വർധനയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദമായി തന്നെ പരിശോധിക്കാം. ജീന മട്ടന്നൂർ ചേരുന്നുണ്ട്. ജീന, നിലവിൽ എങ്ങനെയാണ് ഖത്തറിന്റെ ഒരു GDP നിരക്ക് എന്ന് പറയുന്നത്? ഇനി എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഖത്തർ മുന്നോട്ട് വെക്കുന്നത്? അമൃത, തീർച്ചയായും അമൃത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യുദ്ധമടക്കമുള്ള പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഖത്തറിന് മുന്നിൽ. പക്ഷേ ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ പ്രതിസന്ധികൾക്കിടയിലും വലിയ രീതിയിലുള്ള സമ്പദ് വ്യവസ്ഥയിലുള്ള വളർച്ചയാണ് ഇപ്പോൾ ഖത്തറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 2024-ലും അതിസമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 5-ാം സ്ഥാനത്ത് ഖത്തർ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. ഇനി നമുക്ക് ഇപ്പോഴത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഖത്തർ സമ്പദ് വ്യവസ്ഥയിൽ നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ കോവിഡിന് ശേഷം ഒക്കെ ഈ ഒരു കണക്ക് അങ്ങനെ തന്നെയായിരുന്നു. പ്രധാനമായും ഈ സമ്പദ് വ്യവസ്ഥയിൽ വലിയ രീതിയിലുള്ള മെച്ചം അന്ന് തന്നെ കാണിച്ചിരുന്നു. സുസ്ഥിരമായ ഒരു വികസനം ഖത്തറിൽ ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനയായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. ഏതായാലും പ്രതിസന്ധിയിലും ഖത്തർ കരുത്തു കാട്ടിയിരിക്കുകയാണ്. 2024-ൽ GDP-യിൽ 2.4% 2024-ലെ വർധന. അതിപ്പോൾ 2025 രണ്ടാം പാദത്തിൽ തന്നെ 1.9% വളർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എണ്ണ ഇതര മേഖലയിലും വലിയ രീതിയിലുള്ള വളർച്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഖത്തറിന്റെ നിലവിലെ GDP പരിശോധിക്കുകയാണെങ്കിൽ $218 ബില്യൺ GDP ആണ് നിലവിലുള്ളത്. ആളോഹരി GDP ആണെങ്കിൽ $76,275 എന്നിങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ ഖത്തറിന്റെ GDP. ഇനി ആഗോളതലത്തിൽ ഖത്തറിന്റെ GDPയുടെ നിരക്കിൽ ആഗോളതലത്തിൽ 4-ാം സ്ഥാനത്താണ് ഖത്തർ നിൽക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് പ്രധാനമായും ഖത്തറിലെ ജനതയുടെ ഉയർന്ന ജീവിത നിലവാരത്തെ സൂചിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10 അതിസമ്പന്ന രാഷ്ട്രങ്ങളിലൊന്നായി ഇതോടെ ഖത്തർ മാറിയിട്ടുണ്ട്. ഈ ഒരു കണക്കുകൾ പുറത്തുവിട്ടത് ഖത്തർ അമീറാണ്. ഇന്നത്തെ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ ഒരു കണക്കുകൾ പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കയറ്റുമതി കരുത്ത് എന്തൊക്കെ ഘടകങ്ങളാണ് പ്രധാനമായും ഈ സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഇവരുടെ സമ്പദ്ഘടന വളരാനുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കയറ്റുമതി കരുത്ത് തന്നെയാണ്. അതിൽ ദ്രവീകൃത പ്രകൃതിവാതകം LNG, അസംസ്കൃത എണ്ണ ഇവയുടെ കയറ്റുമതിയാണ് പ്രധാനമായും ഈ ഒരു സമ്പദ് വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ചതെന്നാണ് ഖത്തർ അമീർ ഇന്ന് പറഞ്ഞത്. ഏതായാലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുടെ 60%-ലേറെയും LNG ആയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രവചനങ്ങൾ. ഇനി ഖത്തറിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള പ്രവചനങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2024-ൽ അതിസമ്പന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഖത്തർ ഇടം പിടിക്കുന്നു. നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ യുദ്ധമടക്കമുള്ള അല്ലെങ്കിൽ കോവിഡിന് ശേഷമൊക്കെ വളരെ രീതിയിലുള്ള തകർച്ച പല രാജ്യങ്ങളിലടക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഖത്തർ അതിനെല്ലാം തരണം ചെയ്ത് ആ പ്രതിസന്ധിയെല്ലാം മറികടന്നുകൊണ്ട് അവരുടെ സമ്പദ് വ്യവസ്ഥ ഒരു സുസ്ഥിരമായ നിലയിലേക്ക് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ സൂചനയാണ്. ഇനി അടുത്ത വർഷം വരാനിരിക്കുന്ന കണക്കുകളും പ്രവചനങ്ങളും നോക്കാം. 2026-ൽ 6.1% വളർച്ച കൈവരിക്കുമെന്നാണ് IMF പറയുന്നത്. 6.5% വളർച്ച നേടുമെന്ന് ലോകബാങ്കും പ്രവചിക്കുന്നുണ്ട്. ഒപ്പം 5.5% വളർച്ചയെന്ന് സ്റ്റാൻഡേർഡ് ചാർട്ടേർഡും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമൃത, ശരി, നന്ദി ജീന. ഏതായാലും ജീന മട്ടന്നൂരാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.